ഹലോ, വെൽക്കം ടു മിൻറ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് അല്ലേ, വരാനിരിക്കുന്ന ഏറ്റവും നല്ലൊരു നോട്ടിഫിക്കേഷനാണ് കമ്പനി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്, കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ. അപ്പം നിങ്ങൾക്ക് എന്താണ്, നമുക്കറിയാം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തരുന്നതുമാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് അല്ലേ. ഒരു ഡിഗ്രി കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്ന ഒരു ജോബ് തന്നെയാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിനുവേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. കാരണം എന്താണ്, നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് വിചാരിക്കരുത്. കാരണം എന്താണ്, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അല്ലേ. ഇപ്പം PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രയത്നം കാണിച്ചു വെക്കുന്നുണ്ട്. കാരണം എന്താണ്, ഓരോരോ പരീക്ഷയ്ക്കും കട്ട് ഓഫും ഒക്കെ മാറുകയാണ്. അതുപോലെ എന്താണ് നമ്മളോടുള്ള മത്സരാർത്ഥികൾ എത്രയാണ് ഇപ്പം അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തയ്യാറെടുക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ സിലബസ് അറിഞ്ഞ് പഠിക്കണം. സിലബസ് അറിഞ്ഞ് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇനി പിന്നെന്താണ് നമുക്കൊരു പിടുത്തം ഉണ്ടാവുള്ളൂ. ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ ആ പരീക്ഷയ്ക്ക് എന്തൊക്കെ പഠിച്ചിരിക്കണം, എന്തൊക്കെ അറിഞ്ഞിരിക്കണം, നമുക്ക് നല്ലൊരു അവെയർ ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് എന്താണ് 2 ഘട്ടങ്ങളായിട്ട് പരീക്ഷ ഉണ്ടാവും. ഒരു പ്രിലിംസും ഒരു മെയിൻസ് എക്സാം ഉണ്ടാവും. അപ്പോൾ പ്രിലിംസിൻ്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മിനിറ്റ് അതിൻ്റെ ഒരു സിലബസ് സെഷൻസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മെയിൻസിൻ്റെ സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാരണം എന്താണ്, October 15 എന്ന് പറയുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനുള്ള ദിവസമാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് സിലബസ് ഒക്കെ നേരത്തെ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, അതിനുവേണ്ട മെറ്റീരിയൽസ് കളക്ട് ചെയ്യും, അതിനുവേണ്ടി പഠനങ്ങൾ ആരംഭിക്കാനും നമുക്കും ഒരു അവസരം തന്നെയാണ് അല്ലേ. പരീക്ഷ ഇനിയിപ്പോൾ എന്താണ് നോട്ടിഫിക്കേഷൻ വന്നത്, കാരണം എന്താണ് ഡിഗ്രി തലത്തിൽ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ഇപ്പോൾ October 15 വരും. കൂടാതെ എന്താണ്, നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞതാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ എന്താണ്, നമുക്ക് ഡിഗ്രിയുടെ പ്രിലിംസ് എക്സാം ഇനി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സിലബസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ പ്രിലിംസിൻ്റെ സിലബസ് നിങ്ങൾക്കറിയാം, ഡിഗ്രി പ്രിലിംസ് ആണെന്ന്. ഇനി നമുക്ക് മെയിൻസിനും നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ മെയിൻസിൻ്റെ സിലബസിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ നോക്കിയാൽ അറിയാം, ഡീറ്റെയിൽഡ് സിലബസ് ആൻഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഡിഗ്രി ലെവൽ മെയിൻ എക്സാമിനേഷൻ. നോക്കിയേ, ഇത് 2022 ഉള്ളതാണ്, അതായത് ലേറ്റസ്റ്റ് സിലബസ് ആണ് ഇത്. അപ്പോൾ ഇതിലിനി വളരെ ചെറിയ ചേഞ്ചസ് ഒക്കെ ചിലപ്പോൾ വരാം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. നമുക്ക് അത്യാവശ്യം ഒരു ബേസ് അറിഞ്ഞിരിക്കേണ്ട എന്തൊക്കെ നമ്മൾ ഇപ്പോഴേ തയ്യാറെടുക്കണം. നമുക്കറിയാം ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ന് കൃത്യമായിട്ട് ഒരു ക്ലാരിറ്റി എപ്പോഴും കൊടുക്കാറുണ്ട് അല്ലേ. അതേപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഹിസ്റ്ററി 5 മാർക്കാണ്. 5 മാർക്കിൻ്റെ വെയിറ്റേജ് ഹിസ്റ്ററിക്ക്. ജോഗ്രഫി, എക്കണോമിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ്, കെമിസ്ട്രി, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ഇമ്പോർട്ടൻറ്റ് ആക്ട്സ്. ഇത്രയും ഉൾപ്പെടുന്നതാണ് ജനറൽ നോളജ് എന്ന് പറയുന്ന സെഷൻസ്. നോക്കിയാൽ അറിയാം, GK എന്ന് പറയുന്നത് വൈഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതിൽ ഹിസ്റ്ററിയുടെ വെയിറ്റേജ് നോക്കി 5 മാർക്ക്, ജോഗ്രഫി 5, എക്കണോമിക്സ് 5, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5, കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ 10 മാർക്ക്. 10 മാർക്കാണ് അതിൻ്റെ വെയിറ്റേജ്, നോക്കിക്കോളെ. അതേപോലെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എത്രയാണ് വെയിറ്റേജ്, 6 മാർക്ക്. ഫിസിക്സ് 3, കെമിസ്ട്രി 3, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 5 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 3 മാർക്ക്, ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് 5 മാർക്ക്. അതുപോലെ കറണ്ട് അഫെയർസ് 15 മാർക്ക്. കറണ്ട് അഫെയർസിൻ്റെ സെഷൻസ് നമ്മൾ രാവിലെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു സെഷൻസിൽ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിച്ചു പോവുക. ഡെയിലി നമ്മൾ വൈകിട്ടിൽ കറണ്ട് അഫെയർസ് ലൈവ് സെഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കറണ്ട് അഫെയർസ് 15 മാർക്ക്. അതുപോലെ എന്താണ്, സിമ്പിൾ അരിത്തമാറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് എത്ര മാർക്കാണ് വെയിറ്റേജ്, 10 മാർക്ക് വെയിറ്റേജ്. ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക് വെയിറ്റേജ്. റീജിയണൽ ലാംഗ്വേജ് ആയ മലയാളത്തിനും വെയിറ്റേജ് നോക്കിയാൽ അറിയാം 10 മാർക്ക്. അപ്പോൾ എന്താണ്, നിങ്ങൾക്കിപ്പം ഏതൊക്കെ സെക്ഷൻസ് ആണുള്ളതെന്നും മനസ്സിലായി. ഇനി നമുക്ക് ഓരോരോ സബ് സെക്ഷൻ നോക്കാം. ഹിസ്റ്ററി ഞാൻ പറഞ്ഞു, ഹിസ്റ്ററിയിൽ നമുക്ക് എന്താണ് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്, നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള, ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. ഇത്രയുമാണ് കേരള ഹിസ്റ്ററി പഠിക്കാൻ. ഇനി ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിലോ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ബ്രിട്ടീഷ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെൻറ്റ്, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്, ന്യൂസ് പേപ്പേഴ്സ്, ലിറ്ററേച്ചർ and arts during the freedom struggle, independence movement and Mahatma Gandhi, India's independence,
post-independent period, state reorganization, development in science, education and technology, foreign policy. വേൾഡ് നോക്കിയാലോ, ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. ഇത്രയുമാണ് വേൾഡിൻ്റെ ഹിസ്റ്ററി നമ്മൾ പഠിക്കേണ്ടത്. നോക്കി, ഹിസ്റ്ററിയുടെ വെയിറ്റേജ് എത്രയാണ്? 5. അതിന് എത്ര പഠിക്കാനുണ്ട്? അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സബ് സെക്ഷൻ ആക്കിയിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഇനി ജോഗ്രഫി നോക്കിയാലോ, ബേസിക്സ് ഓഫ് ജോഗ്രഫി, എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്സ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺ, ഗ്ലോബൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്, various forms of pollution, maps, topographic maps and science. അതേപോലെ റിമോട്ട് സെൻസിങ്, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, ഓഷ്യൻസ് ആൻഡ് ഇറ്റ്സ് വേരിയസ് മൂവ്മെൻറ്റ്സ്, കോണ്ടിനെൻറ്റ്സ്, nations ആൻഡ് ദ സ്പെസിഫിക് ഫീച്ചേഴ്സ്. ഇനി ഇന്ത്യൻ ജോഗ്രഫി നോക്കിയാലോ, ഫിസിയോഗ്രഫി, സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, നോർത്തേൺ മൗണ്ടൈൻ റീജിയൻ, റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെനിൻസുലാർ പ്ലാറ്റ്യൂ, coastal plain, climate, natural vegetation, agriculture, minerals and industries, energy sources, transport system, road, water, railways, air. അതുപോലെ കേരളത്തിൻ്റെതാണെങ്കിലോ, കേരളത്തിൻ്റെ ഫിസിയോഗ്രഫി, അതേപോലെ ഡിസ്ട്രിക്ട് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, റിവേഴ്സ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ്, agriculture and research centers, minerals and industries, energy sources, transport system, road, water, railway and air. ഇത്രയും കേരളത്തിൻ്റെ ജോഗ്രഫി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സിലബസ് ആദ്യം ഡൗൺലോഡ് ചെയ്യുക, ഓരോരോ സെക്ഷൻസ് പഠിക്കുമ്പോഴും അത് മാർക്ക് ചെയ്ത് പോവുക. എല്ലാ സെക്ഷൻസിൻ്റെയും PYQ മാക്സിമം നിങ്ങൾക്ക് എത്ര PYQ കിട്ടുമോ അത്രയും PYQ ചെയ്തിട്ട് ആ ഒരു നോളജ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. മിൻറ്റിൻ്റെ ആപ്പിൽ നിങ്ങൾക്ക് ഏകദേശം 1,00,000-ൽ പരം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ മിൻറ്റിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ വർക്കൗട്ടും സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ പാരലായിട്ട് ഓരോരോ സെക്ഷൻസും, അതായത് ഓരോരോ സബ്ജക്റ്റ് ഫോക്കസ് ചെയ്ത് ബേസിക്സ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. എക്കണോമിക്സ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, വെയിറ്റേജ് 5 മാർക്ക്. ഇന്ത്യയുടെ എക്കണോമി, 5-year പ്ലാൻസ്, ന്യൂ എക്കണോമിക് റിഫോംസ്, പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് നീതി ആയോഗ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അഗ്രികൾച്ചർ, മേജർ ക്രോപ്സ്, ഗ്രീൻ റെവല്യൂഷൻ, മിനറൽസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ് ഇൻ ഇന്ത്യ, GST in India, rationale and structure of GST, benefits of GST. ഇനി അടുത്തത് എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. വെയിറ്റേജ് നോക്കിയാൽ അറിയാം 5 മാർക്ക്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, പ്രീആംബിൾഡ് സിറ്റിസൺഷിപ്പ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, റിട്സ്, ഹേബിയസ് കോർപ്പസ്, മാൻഡമൻസ്, പ്രോഹിബിഷൻ, സീരിയോട്ടറി ആൻഡ് ക്വോ വാറന്റോ, directive principles of state policy, fundamental duties, structure of governments, union executive, parliament and judiciary, state executive, legislature and judiciary, local self-government institution, important constitutional amendments. ഏതൊക്കെയാണ്? 42, 44, 52, 73, 74, 86, 91, 97, 101, 102, 103, 104. അതുപോലെ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ആൻഡ് ദർ ഫങ്ഷൻസ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ, GST കൗൺസിൽ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സർവീസസ് അണ്ടർ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ്, ട്രിബ്യൂണൽസ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, National Commission for Scheduled Tribes, National Commission for Backward Classes, Official Language, Regional Language, Language of the Supreme Court, High Courts, etc. Special Directives relating to Languages. അടുത്തത് എന്താണ്, കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. 10 മാർക്കാണ്. നോക്കിക്കോ, കേരള സ്റ്റേറ്റ് സിവിൽ സർവീസസ്, ക്വാസി ജുഡീഷ്യൽ ബോഡീസ്, various commissions, basic facts of socio-economic development, planning board, commercial planning and policies, disaster management, watershed management, employment and labor, national rural employment programs, land reforms, social welfare and security, protection of women, children and senior citizens, population, literacy, e-governance, delegated legislation and its controls, legislative and judicial controls, constitutional law, remedies against administrative arbitraries, administrative discretion and its controls, administrative adjudication. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഏതിൽ വരുന്നത്, കേരള ഗവേണൻസിൽ വരുന്നത്. അടുത്തത് എന്താണ്,
ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് വെയിറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 6 മാർക്ക്. ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി, vitamins and minerals and the deficiency diseases, communicable diseases and causative organism, preventive and remedial measures, Kerala welfare activities in health sector, അതുപോലെ lifestyle diseases, basics health facts, environment and environmental hazards. ഫിസിക്സ് വെയിറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്രയാണ് 3. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്താണ് ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്, മോഷൻ, ലൈറ്റ്, സൗണ്ട്, ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ, ഹീറ്റ്, വർക്ക്, എനർജി, പവർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫിസിക്സിൽ നോക്കേണ്ടത്. കെമിസ്ട്രി വെയിറ്റേജ് 3 മാർക്ക്. ആറ്റം, എലമെൻറ്റ്സ്, മെറ്റൽസ്, അതിൽ തന്നെ സബ്ബായിട്ട് ആറ്റം, മോളിക്യൂൾ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, അലോട്രോഫി, ഗ്യാസ് ലോസ്, എക്വാറീജിയ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സിലബസ് ഡൗൺലോഡ് ചെയ്യുക, ഓരോ സബ്സെക്ഷൻസും എടുത്ത് പഠിക്കുക. ഇനി അടുത്തത് എന്താണ് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ. എത്ര മാർക്ക് വെയിറ്റേജ് 5 മാർക്ക്. വൈഡായ ഏരിയ ആണ്. ആർട്സിന് എത്രയാണ്? ആർട്സ് നോക്കിയാൽ അറിയാം ഇമ്പോർട്ടൻറ്റ് ഓഡിയോ വിഷ്വൽ ആർട്ട് ഫോം ഓഫ് കേരള, ഫേമസ് പ്ലേസസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, പേഴ്സണാലിറ്റീസ്, ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് റിലേറ്റഡ് ടു origin, development, extension and practice of these art forms. Sports ആണെങ്കിലോ famous sports personalities of Kerala, India and world, the sports events, achievements and awards, important awards, corresponding fields, winners, famous trophies, number of players and important sports item, important term associated with various sports games, Olympics, Asian Games, national games, events, players, achievements, national sports or games, events of various countries. ഇത്രയും സ്പോർട്സിൽ. ലിറ്ററേച്ചർ ആണെങ്കിലോ മലയാളം, മെയിൻ വർക്ക്സ് ഓഫ് ലിറ്ററേച്ചർ റിലേറ്റഡ് ടു ഈച്ച് മൂവ്മെൻറ്റ് ആൻഡ് ദ ഓതേഴ്സ്, റൈറ്റേഴ്സ്, ഫേമസ് വർക്ക്സ് ആൻഡ് ക്യാരക്ടേഴ്സ്, ഫേമസ് കോട്ട്സ്, ബിഗിനിങ് ഓഫ് ജേർണലിസം ഇൻ കേരള, ഫേമസ് അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്. അതേപോലെ മലയാളം റൈറ്റേഴ്സ് ഹു വൺ ദ ജ്ഞാനപീഠം, ഓർത്ത് വെക്കുക ജ്ഞാനപീഠ്. അതുപോലെ മലയാളം സിനിമ, ഒറിജിൻ, ഡെവലപ്മെൻറ്റ്, മൈൽ സ്റ്റോൺസ്, പയോണിയേഴ്സ്, നാഷണൽ അവാർഡ്സ്. ഇപ്പോൾ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നമുക്ക് ആർക്കാണ് കിട്ടിയെന്നൊക്കെ അറിയാം അല്ലേ. ഇനി അടുത്തത് എന്താണ് കൾച്ചർ. കേരളത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് സെലിബ്രേഷൻസ്, പ്ലേസസ് അസോസിയേറ്റഡ് വിത്ത് സച്ച് സെലിബ്രേഷൻസ്, ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽസ്. അതുപോലെ കേരള കൾച്ചറൽ സെൻറ്റേഴ്സ്, വർഷിപ്പ് പ്ലേസസ്, കൾച്ചറൽ ലീഡേഴ്സ് ആൻഡ് ദർ കോൺട്രിബ്യൂഷൻ. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണെങ്കിൽ വെയിറ്റേജ് 3, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, അതേപോലെ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, അതേപോലെ ഇൻ്റർനെറ്റ്, സൈബർ റോങ്സ്, അതുപോലെ ഇമ്പോർട്ടൻറ്റ് ആക്ട്സ്. ഇത്രയും ഉൾപ്പെടുന്നതാണ് കമ്പ്യൂട്ടറിൻ്റെ സെഷൻസ്. അതിന് എത്ര മാർക്കാണ് വെയിറ്റേജ്? 3 മാർക്ക്. അടുത്തത് എന്താണ്? അടുത്തത് കറണ്ട് അഫെയർസ്. കറണ്ട് അഫെയർസിൽ നിന്നാണ് നമുക്കുള്ളത് എന്താണ് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കറണ്ട് അഫെയർസ് എന്ന് പറയുന്ന സെഷനിലുള്ളത്. അതുപോലെ സിമ്പിൾ അരിത്തമാറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി, അവിടെ റീസണിങ്, അത്രയും സെഷൻസിൽ സിമ്പിൾ അരിത്തമാറ്റിക്കിൽ 5 മാർക്ക്, അതേപോലെ മെൻ്റൽ എബിലിറ്റിക്കും എന്താണ് വെയിറ്റേജ് 5 മാർക്ക്. അങ്ങനെ മൊത്തം 10 മാർക്കാണ് എന്തുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ടെസ്റ്റ് ഓഫ് റീസണിങ് എന്ന് പറയുന്ന സെക്ഷൻസിലുള്ളത്. അടുത്തെന്താണ് ജനറൽ ഇംഗ്ലീഷ്. അതിനും 2 പാർട്ടുണ്ട്, ഗ്രാമർ പാർട്ടും വൊക്കാബുലറി പാർട്ടും. അതിനും എന്താണ് വെയിറ്റേജ് 5 വെച്ച്. അങ്ങനെ ഇംഗ്ലീഷിന് ജനറൽ ഇംഗ്ലീഷിന് 10 മാർക്ക്. അതേപോലെ റീജിയണൽ ലാംഗ്വേജായ മലയാളത്തിനോ വെയിറ്റേജ് 10. അത് നമുക്കറിയാം എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞത് തന്നെ. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം. ഇത്രയുമാണ് എന്തിൽ വരുന്നത് നമ്മുടെ മലയാളം ലാംഗ്വേജിൽ വരുന്നത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് ഡിഗ്രി പ്രിലിംസിൻ്റെ അതേ സിലബസ് തന്നെയാണ്. പക്ഷേ നമുക്ക് എന്താണ് ഇത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് നമ്മൾ പഠിക്കണം. പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഒരു മെയിൻസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തലത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. അപ്പോൾ എന്താണ് മിൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സെക്ഷൻ വൈസ്, അതായത് ഓരോ ടോപ്പിക് വൈസ് നമ്മൾ കറണ്ട് മീൻസ് ക്ലാസ്സുകൾ ലൈവായിട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു നമ്മൾ 15-ാം തീയതി കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. മോക്ക് ടെസ്റ്റുകളുണ്ട്, അതായത് ഡെയിലി ടെസ്റ്റ്, വീക്ക്ലി ടെസ്റ്റ്, അതേപോലെ മന്ത്ലി ടെസ്റ്റ്, ഫുൾ ടെസ്റ്റിൻ്റെ സീരീസുകളുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് സമയം മെനക്കെടുണ്ട്. എന്താണ് നമുക്കറിയാം എന്താണ് 2026 നമുക്ക് എന്താവും കമ്പനി ബോർഡ് അസിസ്റ്റൻ്റായിട്ട് നമുക്ക് എന്താണ് അഡ്വൈസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ പ്രയത്നിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.